ആൽക്കമി ഓഫ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റോസ് ചെടികൾ ഈ വേനൽക്കാലത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കേട്ടോ. വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഇലകളിൽ നിന്ന് വെള്ളം വറ്റി പോകാറുണ്ട്, അതുപോലെ ഇലകൾക്ക് പൊള്ളലേക്കാറുണ്ട്, കീടബാധ കൂടുതലുള്ള സമയമാണ്. അതുപോലെ തന്നെ മൊട്ടുകൾക്ക് നല്ല രീതിയിൽ കരിച്ചിൽ വരുന്നുണ്ട്, പൂക്കൾ വലിപ്പം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നൊരു സമയമാണ് റോസ് ചെടികൾ. അപ്പോൾ റോസ് ചെടികൾ വളർത്തുന്നവർ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ചിലർ മടുത്തിട്ട് നിർത്തി പോവാറുണ്ട്. ഇനി റോസ് വളർത്തുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നവരും ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ നല്ല രീതിയിൽ കീടനിയന്ത്രണം, അതുപോലെ തന്നെ റോസ് ചെടികൾക്ക് നല്ല തണുപ്പുണ്ടാകുന്ന വളം, ഇത് രണ്ടുമാണ് ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ റോസ് ചെടികൾക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്നൊരു വളത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റോസ് ചെടികൾ തഴച്ച് വളർന്ന് നിൽക്കണമെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത് ജൈവവളമാണ്. നമ്മളെല്ലായ്പ്പോഴും ജൈവവളവും രാസവളവും മാറി മാറിയാണ് കൊടുക്കാറ്. റോസ് ചെടികൾക്ക് നമ്മൾ ഒരു പ്രാവശ്യം ജൈവവളം ചെയ്താൽ പിന്നെ നമ്മൾ രാസവളം ചെയ്യുന്നത് അങ്ങനത്തെ ഒരു രീതിയാണ്. പക്ഷേ മാക്സിമം വേനൽക്കാലത്ത് രാസവളം കുറച്ചുകൊണ്ട് ജൈവവളം കൂട്ടുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ജൈവവളം മിക്കവാറും പിണ്ണാക്ക്, കഞ്ഞിവെള്ളം ഒക്കെ ചേർത്ത വളമായിരിക്കും. അപ്പോൾ അതിനകത്ത് അല്പം വേപ്പിൻ പിണ്ണാക്കും, അതുപോലെ തന്നെ ഈസ്റ്റും ശർക്കരയും പഴവും കൂടി പുളിപ്പിക്കുക. കഞ്ഞിവെള്ളവും ചാണകവും ഈസ്റ്റ്, ശർക്കര, പഴം, അല്പം വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ച് 1.5 ദിവസം ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും നേർപ്പിച്ചിട്ട് വേണം 1.5 ദിവസം ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ റോസ് ചെടികളുടെ ചുവട്ടിൽ തണുപ്പുണ്ടാവും. ഒപ്പം അല്പം എപ്സം സോൾട്ട് കൂടി ചേർക്കുക. റോസിൻ്റെ ചെടികൾക്ക്, പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവാനായിട്ട് ഒത്തിരി നല്ലതാണ് എപ്സം സോൾട്ട്. വലിപ്പവും കളറും ഒക്കെ കിട്ടണമെങ്കിൽ, ഇലകൾ തഴച്ച് വളരണമെങ്കിൽ, ചെടികൾ വളം വലിച്ചെടുക്കണമെങ്കിൽ ഒക്കെ ഈ എപ്സം സോൾട്ട് ഒത്തിരി നല്ലതാണ്. അപ്പം വളം വലിച്ചെടുക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് എപ്സം സോൾട്ട്. ചിലപ്പോൾ നമ്മൾ ധാരാളം വളം കൊടുക്കുന്നുണ്ടാവും, പക്ഷേ ഇതൊന്നും റോസ് ചെടി വലിച്ചെടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്സം സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഈ കഞ്ഞിവെള്ളത്തിൻ്റെയും ചാണകത്തിൻ്റെയൊക്കെ ഈ പുളിപ്പിച്ചൊരു വളം ചെടികളുടെ ചുവട്ടിൽ നല്ല തണുപ്പ് നിൽക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം വെള്ളം നനയ്ക്കുന്ന കാര്യമാണ്. ഇപ്പോൾ രാവിലെ ഒന്ന് നനയ്ക്കുക, അതിന് ശേഷം ഒരു ഉച്ച സമയമാകുമ്പം 11:30, 12 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം, സൗകര്യം പോലെ ഉച്ച സമയത്തൊന്ന് നനച്ചു കൊടുക്കുക. സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഉച്ചയ്ക്ക് നനയ്ക്കരുതെന്ന്. എല്ലാവരും ഞാൻ നനയ്ക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് ചോദിക്കുന്നത്, ഈ ഉച്ചയ്ക്ക് നനയ്ക്കുമോ? ഉച്ചയ്ക്ക് നനയ്ക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഈ ഇലകളൊന്നും ഡ്രൈ ആകാതെ പൂക്കളുടെ അരികൊന്നും ഈ കരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഉച്ച സമയത്തൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ രാവിലെ നനയ്ക്കാതെ ഉച്ചയ്ക്ക് നനയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണ്ണ് നല്ല ചുട്ടുപഴുത്ത് കിടക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ അത് ദോഷം ചെയ്യും. പക്ഷെ രാവിലെ ഒന്ന് നന്നായിട്ട് നനയ്ക്കുക, ഉച്ചയ്ക്കൊന്ന് നനയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും റോസ് ചെടികൾ നല്ല രീതിയിൽ തണുപ്പോടുകൂടി നിൽക്കും. അപ്പം നല്ല രീതിയിൽ പൂക്കൾ തരും. അതുപോലെ വലിപ്പമുള്ള പൂക്കളും കളറുള്ള പൂക്കളും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് രാസവളം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മാക്സിമം രാസവളം വൈകുന്നേരം മാത്രം ചെയ്യുക. അത് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ ചൂടാണ് രാസവളത്തിന്. അപ്പോൾ അതും കൂടി കൊടുക്കുമ്പം റോസ് ചെടികൾക്ക് വളരെയധികം ഡ്രൈനെസ് ഒക്കെ അനുഭവപ്പെടും. ഇലകൾ ഡ്രൈ ആയി പോവും. അപ്പോൾ പൊള്ളലേക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കീടബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇലകളും പൂക്കളും മൊട്ടുകളും ഒക്കെ നനയുന്ന രീതിയിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജൈവവള പ്രയോഗവും അതുപോലെ തന്നെ നനച്ചു കൊടുക്കുന്നതാണ്. ഇപ്പോൾ 2-3 നേരം നനച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇലകളും പൂക്കളും ഒക്കെ നനയുന്ന രീതി വേണം നനയ്ക്കാൻ. സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാൻ. രാവിലെ നല്ല രീതിയിൽ ചൂടൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് മണ്ണ് കുതിരുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക. അതിന് ശേഷം ഉച്ചയാകുമ്പം നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ നല്ല നനവും തണുപ്പും ചുറ്റുവട്ടത്ത് കിട്ടുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക. പക്ഷേ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. ഇനിയിപ്പം നമ്മൾ റോസിൻ്റെ ഓഫറുമായിട്ടാണ് വരുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ കാലാവസ്ഥയോട് ഇണങ്ങി വളർത്തുന്ന റോസുകളാണ് സെയിലിനായിട്ടുള്ളത്. എല്ലാം മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ നല്ല രീതിയിൽ ജൈവവളമൊക്കെ കൊടുത്ത് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ വളർത്തുന്ന റോസുകളാണ്, നഴ്സറി പ്ലാന്റ്സ് എല്ലാം.
നമ്മൾ ഹോം ഗാർഡനാണ്. വീട്ടിൽ നമ്മൾ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ജൈവവള പ്രയോഗവും മരുന്നും ഒക്കെ കൊടുത്തിട്ട് വളർത്തുന്നവയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവ മദർ പ്ലാന്റ്സ് ആണെല്ലാം. അപ്പോൾ ഒരു റോസിന് 100 രൂപയ്ക്ക് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. കോംബോ ഓഫർ അങ്ങനെയൊന്നും അല്ല. ഏത് റോസ് എടുത്താലും നമ്മൾ 100-നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എല്ലാം വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്